പക്ഷെ ഇത്തവണ നമ്മൾ കേട്ടതെന്ന് പറയുന്നത്, എനിക്കറിയാൻ മേല. ഇത്തവണ കേട്ടത് അത് തിരുമേനിയുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും. പിന്നെ ഈ സ്ക്രീനിങ് കമ്മിറ്റിയിൽ തന്നെ വോട്ടെടുപ്പ് നടത്തി. അതുപോലെ ഓരോരുത്തരുടെ കാൻഡിഡേറ്റ് ആന്ന് പറഞ്ഞു, ബാവാടെ കാൻഡിഡേറ്റ് ആന്ന് പറയുന്നു. കുറിച്ച് പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത്, മുമ്പ് ഒരു സമയത്ത് ഇതിന്റെ ഒരു ഇതിനകത്ത് ഉൾപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ഇപ്പോൾ എന്ത് നടന്നതിനെ പറ്റി കമന്റ് ചെയ്യില്ല. അത് ശരിയുമല്ല. എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമർ പഠിക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസന്റ് ടെൻസ് എന്ന് പറയാൻ പണ്ടെല്ലാം കേരളമായിരുന്നു, ഇപ്പോൾ മോശമെന്ന് പറയാൻ ഞാനില്ല. ഓരോ രീതിക്ക് പോകുന്നുള്ളതല്ലാതെ ഞാൻ ഈ മനസ്സിലുള്ളത് എൻ്റെ അന്ന് കിട്ടിയ ഈ മാനദണ്ഡം കൊണ്ട് കേട്ടോ. അത് തിരുമേനി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ ഇത്രയും പിന്നെ ഇതല്ലായിരുന്നു എങ്കിൽ പോലും ഒരു നടപടിക്രമം പോലും പുറത്തു പോയിട്ടില്ല. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് കമ്മിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഓരോ A to Z കാര്യങ്ങൾ ഞാൻ അതിനെ കുറിച്ച് കമന്റ് ചെയ്യത്തില്ല. ഇല്ലെന്ന് തിരുമേനി പറഞ്ഞു കഴിഞ്ഞു. റീസൺസ്. ഒന്നാമത് ഞാനിങ്ങനെ ഇതിനൊരാളും മുമ്പ് അത് ചെയ്ത ആളുകൾ ഇപ്പോഴത്തെ മോശമാണെന്ന് പറയാൻ ഞാനില്ല. അപ്പൊ അതാണെങ്കിൽ ചോദിച്ചാൽ അതിന്റെ തലത്തിൽ ചിലകൾ ചോദിക്കാൻ പറയാവുന്നതല്ലാതെ. പക്ഷെ അങ്ങനെ വരുന്നതില് വരാൻ പാടില്ല. ദുഃഖവും സന്തോഷമല്ലേ പറയുന്നത്, അങ്ങനെ വരാൻ പാടില്ല. കാരണം ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. എന്റെ മനസ്സിൽ താല്പര്യം വേറെ താല്പര്യം കുറവ്, അതല്ല നോക്കുന്നത്. ഇന്നും നാളെയും ഒരു 10, 30, 40 വർഷത്തേക്ക് ചുമക്കേണ്ടതായതേ. അപ്പൊ അതിൽ ഇന്നത്തെ സഭയുടെ ആവശ്യം പഴയ പോലെ അല്ലെങ്കിലും അവരൊരു ഇന്റഗ്രിറ്റി ഉള്ളവരായിരിക്കണം. അമേരിക്കയിൽ പോയ മാത്യൂസ് ബർണബാസ് തിരുമേനി, അദ്ദേഹം ലൗകികമായിട്ട് നോക്കിയ വലിയ പ്രഗത്ഭനൊന്നുമല്ല. ഇവിടെ വന്നാൽ അറിയാം, അമേരിക്ക വന്നാൽ അറിയാം. അദ്ദേഹത്തെ ഇങ്ങോട്ട് വിട്ടത് പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. പലരും ശങ്കിച്ചു ഇദ്ദേഹം അമേരിക്കയിൽ പോയാൽ എന്തായിത്തീരുമെന്ന്. അപ്പൊ ഗ്രിഗോറിയോസ് പറഞ്ഞു, ഡോളർ കണ്ട് മയങ്ങുന്ന ആളല്ല, അദ്ദേഹം വളരെ സിൻസിയറാണ്, പോകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വളരെ ഇവിടെ വലിയ യുദ്ധം നടക്കുന്ന കാലമാണ്. ഞാൻ പഠിക്കാൻ വരുന്ന സമയത്ത് ഇവിടെ ഭയങ്കര വാർ നടക്കുന്ന കാര്യമാണ്. 93 കാര്യം പറയുന്നത്. 93 അദ്ദേഹം ഒന്ന് പാവത്താനാണ്, പേടിയായി, മറ്റേ ആക്രോശമൊക്കെ ഇട്ടാൽ തന്നെ വരയ്ക്കുന്ന ആളാണ്. പക്ഷേ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഉണ്ടായ ചേഞ്ചിന് ഞാനും കുറേയൊക്കെ സാക്ഷിയാണ്. അന്ന് എൽമണ്ട് പള്ളിയിൽ അദ്ദേഹം ഒരു ഞായറാഴ്ച രാവിലെ പോയി. ഞാൻ പഠിക്കുന്ന കാലത്താണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, ബർണബാസ് ഗോ ബാക്ക്. വലിയ അക്ഷരത്തിൽ എഴുതി, ഗേറ്റ് പൂട്ടി. അപ്പോൾ ഇദ്ദേഹം മടക്കി ചെന്ന് നിൽക്കുകയാണ്. തണുപ്പ് സമയത്തിന് അന്നാ മഴയാണ്. കുടയെ പിടിച്ചിരിക്കുമ്പോൾ എന്തിനാവുന്നേ, പള്ളിയിൽ സർവീസ് നടത്തണം. ഇവിടെ വേണ്ട, പോക്കോ, ഇത് വേറെ പള്ളിയാണ്, അതിൻ്റെ വേറെ അധികാരിയാന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വന്നാൽ ഇതല്ല, ഞാൻ പള്ളിയിൽ സർവീസിൽ വന്നു, വേണ്ട പോക്കൊള്ളാൻ പറഞ്ഞ് കഴിഞ്ഞ് നടന്നു പോരുകയും ചെയ്തു. ആ അദ്ദേഹത്തെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആ പള്ളിക്കാർ തന്നെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോയി അവിടെ സർവീസ് നടത്തിച്ചു. എൽമണ്ട് സെന്റ് ഗ്രിഗോറിയോസ് വിശ്വസിക്കുമോ? അദ്ദേഹം ഒന്നും ചെയ്തില്ല, കേസും കൊടുത്തില്ല, വഴക്കുകളൊന്നുമില്ല. സംഭവിച്ചത് അതിന് ഏകദേശം ഞാൻ വിറ്റ്നസ്സാണ്. 25ഓളം യങ്സ്റ്റേഴ്സ് ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടി സെമിനാരിയിൽ ഇവിടെയും ഭാഗ്യമായിട്ട് കോട്ടയത്തും പഠിച്ച അച്ഛന്മാരായി ഇന്നുണ്ട്. ഓൾമോസ്റ്റ് 24-25 പേരുണ്ട്. നോർത്ത് അന്ന് ഒന്ന് ഒരു ഡയസ്റ്റേ ഉള്ളത്, നോർത്തും സൗത്തിൽ നിന്നും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവരിൽ പലരും പറയുന്നത് കേട്ടത്, ബെർണി ഈസ് സിൻസിയർ. ബർണബാസ് ചുരുക്കി പിള്ളേരുടെ ഭാഷയിൽ ബെർണി ഈസ് സിൻസിയർ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒറ്റ പുള്ളി പറഞ്ഞാൽ ഒന്നും തിരിയത്തില്ല, മലയാള ഭാഷയിൽ തിരിയലും ഈശ്വരൻ തിരിയത്ത്. പക്ഷേ ഗ്രാമർ തെറ്റാതെ ട്രാവൻകൂർ ഇംഗ്ലീഷ് ഇവിടെ വന്ന് പറയും. അത് ഇവിടുത്തെ അറിവ് മനസ്സിലാവത്തില്ല. ഇവിടെ അന്നേരം ഇംഗ്ലീഷ് തന്നെ ബ്രിട്ടീഷ് അല്ലല്ലോ, വേറൊരു സ്ലാങ്ങാണ് ഇവിടുത്തെ. എന്നാലും അദ്ദേഹത്തെ കുറിച്ചുള്ള മതിപ്പ്, ഒരു കാപട്യമില്ലാത്ത മനുഷ്യനാണ്. വേറെ താല്പര്യങ്ങളൊന്നുമില്ല, സമ്പാദ്യമില്ല. പോകുമ്പോൾ ഉണ്ടായിരുന്ന ഇതെല്ലാം കൂടെ കൊടുത്തേച്ചാൽ പോയത് അദ്ദേഹം. അപ്പം അതുകൊണ്ട് ആ കുട്ടികൾ പോലും വിശ്വസിച്ചു. എവിടെയെങ്കിലും സുഖമില്ലാതെ ഒരാളാണ് അദ്ദേഹത്തെ ഏറ്റവും എതിർക്കുന്ന, ചീത്ത പറയുന്ന ആളായാലും അവിടെ പോയിരിക്കും. എനിക്കറിയാം, എന്റെ കൂടെ ഇവിടെ വന്നപ്പം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരുപാട് പഠിച്ചു പറഞ്ഞ ആളുകൾ സുഖമില്ലാതെ തന്നെ അവിടെ പോയി കുത്തിയിരിക്കും, ആശുപത്രിയിൽ പോയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവരെ പിന്നെ എന്താ ചെയ്യണ്ടേ? ആളുകൾ ഇത്രയും, എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും
മനസ്സ് പശ്ചാത്തപിക്കാനുള്ള ഒരു സാഹചര്യം മനസ്സ് ഉണ്ടാക്കി. മനസ്സ് മാറ്റാൻ കഴിയുന്ന ഒരാൾ ഉണ്ടായിട്ടില്ല. എന്നാൽ അതിനേക്കാൾ പ്രഗത്ഭരായ ആളുകൾ മെത്രാച്ചന്മാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇദ്ദേഹം ആ കൂട്ടത്തിലൊന്നും അല്ല. മൂക്കെ കോപമുണ്ട്. ഭക്ഷണം കഴിക്കാനിരിക്കുന്നിടത്ത് രസമായിട്ട് ഇപ്പോഴും കഥകളുണ്ട്. അദ്ദേഹത്തെ ആ വീടിനടുത്ത് നിന്ന് നടയുള്ള വീട്ടിൽ കഴിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും. ചോദിച്ചു, ഇതാരുണ്ടാക്കിയതാണ്? ഒരുപാട് സന്തോഷം. ഞാനാ. ഇതാരുണ്ടാക്കുക? ഞാനാ. വായി വെച്ചത് ഒരു കൂട്ടായ പുള്ളിയല്ല. അവരിവിടുത്തെ വഴി പറഞ്ഞ് ഐസായി പോയി. എന്നാൽ ആൾക്കാരൊന്നുമില്ല. പള്ളി കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് വെച്ച് എല്ലാം നോക്കും. ഇഡ്ഡലി ഉണ്ടോ? സാധനം മാത്രമല്ല, ബാക്കിയെല്ലാം വേണം. എവിടെ കൊണ്ടുപോയി ഇഡ്ഡലി വരട്ടെ? ആൾക്കാരെല്ലാം ചിരിക്കത്തില്ല, ആർക്കും കിടക്കൊന്നുമില്ല. ഇപ്പോഴ് നമ്മൾ ഈ സ്ക്രീനിങ് കമ്മിറ്റിയെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ പുറത്തു വരുന്നു, ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഈ നേരത്തെ തിരുമേനി പറഞ്ഞു ക്രോണോസിൽ പിന്നെ നിന്നുകൊണ്ട് ശപഥം ചെയ്തു. ഇന്ന് അങ്ങനെ ശപഥം ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ വയ്യ, ഞാൻ തിരക്കി. അപ്പൊ ശപഥം ചെയ്ത് കാണില്ല. എനിക്കറിയില്ല, ഞാനത് തിരക്കിയിട്ടില്ല. കാരണം എന്റെ ജോലിയല്ലത്. അല്ലെങ്കിൽ അവരെ നിയമിച്ച ആളുണ്ടല്ലോ, അദ്ദേഹം ഞാൻ ഇന്നത് ചെയ്യണമെന്ന് പറയാൻ ഞാൻ ആളല്ല. എനിക്കത്ര അറിവില്ല. പക്ഷേ ഞങ്ങളന്ന് ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ ബുദ്ധിയിൽ വരുന്നിടത്തോളം ഇതിന് ഒരു ദൂരവ്യാപകമായ ഫലമുള്ളത് ദീർഘനാളത്തേക്ക് നിലനിൽക്കേണ്ടതും പല രീതിയിലും സഭയെ സ്വാധീനിക്കാവുന്ന രീതിയിലുള്ള ബുദ്ധിപരമായ വിശേഷം മാത്രമല്ല. പാമ്പാടിമാർ ഗിരിഗുരു ശ്രീമേനിക്ക് എന്തോ പഠിത്തം ഉണ്ടായിരുന്നു, കുറിച്ചിക്ക് എന്തോ ഡിഗ്രി ഉണ്ട്, കോളേജിൽ പോയിട്ടില്ലാത്തവരെ ഇവരൊക്കെ വിചാരിച്ചോളാം. പക്ഷെ അവരുടെ ഒരു സ്പിരിച്വലായിട്ടുള്ള ഗ്രാൻഡിയർ അതിൻ്റെ അടുത്തെങ്ങും വരാൻ ആളുമില്ല. ഇപ്പോഴും വലിയ പ്രഗത്ഭന്മാർ കാണും, അഡ്മിനിസ്ട്രേറ്റേഴ്സ് കാണും, പ്രസംഗിക്കാൻ കഴിവുള്ളവർ കാണും. പക്ഷേ അത് മാത്രം പോരല്ലോ. അതോടൊപ്പം തന്നെ ജനം അന്വേഷിക്കുന്നവരെ സ്പർശിക്കുന്ന ഇവരുടെ ഒരു ജീവിതമുണ്ടോ, ഒരു ആത്മീയത ഉണ്ടോ? വേറെ ഭരിക്കാനാണെങ്കിൽ ഇപ്പം നരേന്ദ്രമോദിയെ പോലല്ല, ഇത് ഭരിക്കാൻ കൊള്ളത്തില്ല. അത് മാത്രമല്ല ജനം നോക്കുന്നത്. ഇവരെ ഈ പണിക്ക് കൊള്ളാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞതാണ്. ഇവർക്കൊരു ദൈവത്തിൻ്റെ ആൾക്കാരാന്നല്ലേ പറയണേ. അതുണ്ടോ എന്ന് ജനം നല്ലതുപോലെ അന്വേഷിക്കുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. പ്രായമുള്ളവർ പിന്നെ തട്ടിമുട്ടിയൊക്കെ നിന്നോളൂ. ചെറുപ്പക്കാരങ്ങനെയല്ല. അവർക്ക് വേണ്ടത് നല്ല മനുഷ്യരെയാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലെ പിള്ളേരെന്ന് പറഞ്ഞാൽ നാട്ടിലെ രീതിയല്ല, അവരുടെ റൂട്ട്സ് അവിടെയാണ്. പക്ഷെ അവർ ഇന്ത്യക്കാരാണെങ്കിൽ ഇന്ത്യയുടെ മലയാളികളെ ആക്കി സൃഷ്ടിക്കാനൊന്നും നോക്കുകയില്ല. അവർ നോക്കുന്നത്, അവർക്ക് സ്ട്രൈറ്റ് ഫോർവേഡ് അവിടുത്തെ പിള്ളേർ, വളവില്ലല്ലോ. നോക്കിയിട്ട് കൺവിൻസ് അല്ല ഇല്ല. അതുകൊണ്ട് എത്രയും പിള്ളേർ ഇദ്ദേഹത്തിൻ്റെ പാട്ട് എങ്ങനെ കൂടിയെന്ന് അത് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇത് എല്ലായിടത്തും പ്രസക്തമാണ്, ഇവിടെ മാത്രമല്ല. ഞങ്ങളെ കൂടെ ഒന്നും പറ്റുന്നില്ല, വീട്ടിൽ പറഞ്ഞിട്ടേക്കും അദ്ദേഹം പറയുന്നത്. ഇത് എല്ലായിടത്തും പ്രസക്തമാണ്. കോട്ടയത്ത്, കൊട്ടാരക്കര, പത്തനാപുരത്തും കുന്നംകുളത്തും എല്ലാം ഈ പറയുന്ന പ്രസക്തമാണ്. സഭയ്ക്ക് പറ്റിയിരിക്കും. പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ആ കലിബറിൽ അത് ഇന്റലക്ച്വലും അല്ലാതെ അടുത്ത കാലത്തൊന്നും ആരും ഉണ്ടായിട്ടില്ല. കുറിച്ചിബാബ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മാരേഖമേരി നടത്തി കേട്ടിട്ടുണ്ട്. ആദ്യം ഇവിടെ മാരേഖമേരി കൂടുന്നതാണ് സുന്നാരിലും 3-ാം നിലയുടെ അറ്റത്താണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്നിരിക്കും. കമ്മറ്റി മാളിയെ കേട്ടിട്ടുണ്ട് അവിടെ. ആരാണ്ട് അച്ഛന്മാര് അടിയങ്ങൾക്കൊരു സങ്കടമുണ്ട് എന്ന് പറഞ്ഞു. ചോദിക്കാൻ ധൈര്യം. അത് ആരാന്ന് ചോദിച്ചു. അതോട് ചോദ്യകർത്താവില്ല, ചോദ്യമില്ല. അവിടെ തീരും. അത് പേടിയാണ് അദ്ദേഹത്തിന്. ശരിയായിരുന്നു പറഞ്ഞാൽ നടക്കും. അതൊരു അക്ഷരം പറഞ്ഞാലേ ഞാൻ ഒത്തിരി റിസർച്ച് ചെയ്തോണ്ട് അറിയാം എനിക്ക്. എന്ത് പറയുന്നത് അതൊക്കെ നടക്കുക. പിന്നെ അതുകൊണ്ട് ആൾക്കാർക്ക് ഭയമായി ചോദിക്കാൻ. അതൊരു ധാർമ്മികമായ ഒരു കാര്യമാണ്. അതൊന്ന് ഡിഗ്രി കൊണ്ടൊന്നും അത് കിട്ടത്തില്ല. ഡിഗ്രി വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞു. ഈ കാലമാകുമ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ, എഴുതാൻ, ഇടപെടാൻ കഴിയുന്ന ആളുകൾ വേണം. അച്ഛന്മാർ എല്ലാ നിലയിലുള്ള നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം. അതുപോലെ ലൈഫും വേണം. അക്കാഡമിക്കായിട്ട് മാത്രം പോരാ. എന്നാലിപ്പോൾ ഒത്തിരി ഒരു രീതിയിൽ അങ്ങ് പോകുക. അച്ഛന്മാരൊക്കെ പിന്നെ ഒന്നും വായിക്കത്തില്ല, പഠിക്കത്തില്ല എന്നാണ് കംപ്ലൈൻറ്റ് വരും. ഇതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ സെമിനാരികളിൽ ഉൾപ്പെടെ ഇങ്ങനെ പുറത്തു വരുന്ന ആളുകൾ നല്ല സ്റ്റാഫിനെ കിട്ടുന്നില്ല സെമിനാരിയിൽ. ഇപ്പോൾ നമ്മൾ ഏതാനും കഴിഞ്ഞ വർഷം നോക്കിയാൽ ഏറ്റവും മിടുക്കരായ കുട്ടികൾ അവരൊക്കെ സിവിൽ സർവീസ് ആയിട്ടാണ് പോകുന്നത്. അതും കഴിഞ്ഞാൽ പിന്നെ പോകുന്ന ഗവൺമെൻറ് ജോബ് അന്വേഷിച്ച് പോകും. ചിലർ ഈ സെമിനാരിൽ പോകേണ്ട ഒരു ഡെഡിക്കേഷൻ ഉള്ളവരുണ്ട്, ചെറുപ്പം മുതലേ അതിന് വേണ്ടി വരുന്നവരുണ്ട്. എന്നാൽ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നതിലൊരു മജോറിറ്റി വന്നാലും അവർ ഈ ഹൈനകത്ത് വരുന്നവർ അല്ല.
ഒട്ടും ഇല്ലെന്നല്ല ഞാൻ കുറച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ധാരാളം ആശ്രമങ്ങളിലൊക്കെ ആള് വരവ് കുറഞ്ഞല്ലോ. ഇവിടെ പിള്ളേർ അവിടെ നാട്ടിൽ ഇല്ലയെന്ന് മാത്രമല്ല, ആ ഒരു ലൈനിലോട്ട് വരത്തക്കൊണ്ടൊരു പ്രിപ്പറേഷൻ വീട്ടിലോ നാട്ടിലോ പള്ളിയിലോ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ കോൺവെന്റിലാകട്ടെ ദേറാകളിലാകട്ടെ ഒരു ട്രിക്കുകളുണ്ട്, 1-2 പേര് വരുന്നതല്ലാതെ അവരെ ആകർഷിക്കാൻ പറ്റുന്നില്ല. ചുരുക്കി ഞങ്ങളുടെ കുഴപ്പമെന്ന് വിചാരിച്ചോ, ഇപ്പോഴും കോപ്റ്റിക് സഭയുടെ അവിടെ ഞാൻ കൂടുതൽ പോയിട്ടുണ്ടെന്ന് അറിയാം. അവരുടെ ആശ്രമങ്ങളിൽ റംബാനും ആൾക്കാരും ചാർജ് 600 ഏക്കർ കൃഷി നടന്ന സ്ഥലമുണ്ട്. ട്രാക്ടർ ഓടിച്ച് പോകുന്ന റംബാനായി വീക്കെൻഡിലില്ല അവരുടെ ഇടവകളിൽ നാളെയുള്ളത് അവിടെ നിന്ന് താമസിക്കും ഒരു ദിവസം. അവിടുത്തെ ജോലിയെല്ലാം ചെയ്ത് പിന്നെ തിരിച്ചു പോകും. അത് ആഘോഷം പോലെയാണ്. അപ്പം അവർക്ക് താല്പര്യമാണ് ഈ ആശ്രമങ്ങളിൽ വരാൻ. നമ്മൾ ആരെങ്കിലും ധൈര്യപ്പെടുമോ പോയാൽ അതുപോലെ സ്വീകരിക്കും, അതൊക്കെ സ്വീകരിക്കും വന്നാൽ. അപ്പം അങ്ങനെ ഒന്നാമത് ഓർത്തഡോക്സ് രീതിക്ക് വന്നാൽ ഈ ആശ്രമങ്ങൾ ശക്തിപ്പെടണം എന്ന് പറഞ്ഞാൽ കൂടുതൽ അവരെ മാതൃകാപരമായി ജീവിക്കുകയും ചെയ്യണം. വിദ്യാഭ്യാസം അവന് വേണോ വേണ്ടെന്ന് ചോദിച്ചാൽ 2 അഭിപ്രായമുണ്ട്. ആശ്രമങ്ങളും മഠങ്ങൾക്കും ഒക്കെ. കത്തോലിക്ക സഭയായി വേറൊരു വീക്ഷണം അവർക്ക്, അവർ ഉണ്ടെങ്കിലേ നിൽക്കുള്ളൂ. പള്ളി, കോൺവെന്റ്, സ്കൂള്, അതാണ് അവരുടെ ഒരു തത്വം. അത് ഈ പള്ളിക്കൂടം തന്നെ അത് വന്നതാണ്. പള്ളിക്കൂടം ഒന്നിച്ച് തുടങ്ങിയതാണ് കാണിക്കത്തനാരും ഒക്കെ. ചാവറയച്ചനും എനിക്ക് തോന്നുന്നു ചാവറയച്ചനാന്ന് തോന്നുന്നു പിന്നെ കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ഒക്കെ നമ്മുടെ വരുന്ന തിരുമേനി. അപ്പൊ അവരൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആ ഒരു സമയത്തൊക്കെ ഉള്ളൊരു സന്യാസിൽ ചിലയിടത്തൊക്കെ സ്ഥാപനങ്ങൾ ആരംഭിക്കരുത് നിരോധനമുണ്ട്. അവർ പറയാൻ കാരണം നിങ്ങളുടെ ശ്രദ്ധ പലതിലേക്ക് പോയി. അങ്ങനെ എല്ലാം ചെയ്യണം, അതൊരു എക്സ്ട്രീമാണത്. പക്ഷെ ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് പോകാമെന്നുള്ള ഒരു വല്ലാത്ത സാഹസത്തിലാണ് നമ്മളിപ്പോൾ. ഇത് കൈവിടാതെ മറ്റേത് ആവശ്യമാണ്. ഇപ്പോൾ ഇന്ന് സഭയെ സമൂഹത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ വല്ലതൊക്കെ വേണം. എന്നാൽ വി നീഡ് പീപ്പിൾസ് പ്രയർ. പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും വിജയിക്കുകയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിപ്പോൾ ആദരതര അല്ലാതരത്തായാലും ഈ പ്രാർത്ഥന മനുഷ്യർ വേണം. അവർ നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കട്ടെ. സോമാദേവനേഴ്സ് ഞാൻ പറയുമായിരുന്നു, ആശ്രമക്കാർ നല്ലതുപോലെ വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം. അന്ന് കേട്ടതേ ഉള്ളൂ, ഇപ്പോൾ പിന്നെ മനസ്സിലായി എന്താണ്. അതുകൊണ്ട് പഠിപ്പിക്കുകയാണ് എല്ലാവരെയൊക്കെ. ഞാൻ വരുമ്പോൾ ഞാൻ ബി പഠിച്ചുകൊണ്ടിരിക്കും BSc. പിന്നെ MA ആയതിനെല്ലാം പോകാൻ അദ്ദേഹം തിമോത്തിസിനൊക്കെ ഒത്തി പ്രചോദനം നടത്തിയ റിസർച്ച് വരെ പോയത്. എന്നാൽ അവരുടെ ഒരു മാതൃക അവരുടെ ഒരു ദീർഘവീക്ഷണം കിട്ടുകയും വേണം. അത് ഈ ബിഷപ്സിനെ തിരഞ്ഞെടുക്കുന്നതില്ലേ മുമ്പുണ്ടായിരുന്നു. ഇപ്പൊ ഈ സ്ക്രീനിങ് ഒക്കെ അടുത്ത കാലത്ത് തുടങ്ങിയത്. അതിന് മുമ്പ് എങ്ങനെയായിരുന്നു അന്വേഷിച്ചിട്ടുണ്ടോ? ആദ്യകാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്, ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഓരോരുത്തർ കാണും, അവരറിയാതെ ഗ്രൂം ചെയ്യും. അപ്പൊ അവർക്ക് തന്നെ ഒരു ബോധം വരുന്നത് ഇങ്ങനെ ഒന്ന്, എന്നിട്ട് അവരെ കൊണ്ടുവന്ന് എവിടെയെങ്കിലുമൊക്കെ ആക്കും. അന്ന് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കൂറിലോസ് തിരുമേനിയുടെ വരെ ഏതാണ് കൊല്ലത്തെ അതിനൊക്കെ മുമ്പ് മാത്യൂസ് മാർ കൂറിലോസ് ബാബയുടെ പേഴ്സണൽ സെലക്ഷനാണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ 3-4 പേരെ കണ്ടുപിടിച്ചു വെക്കും. അവരായിരിക്കും അന്നത്തെ ബെസ്റ്റ്. കാരണം ഇവർക്ക് ഈ ജ്ഞാനദൃഷ്ടിയുള്ളവരാത്ത് ഞാൻ പറയും. വെറുതെ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ വെച്ചെടുത്തൊന്നുമല്ല. നമ്മൾ കുറച്ചുകൂടെ അറിയാൻ മേലാത്തതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവര് ഈ ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് വെക്കുമായിരുന്നു. അതുകൊണ്ട് അധികം പേരില്ല. പാമ്പാടി തിരുമേനിയോ അത് ഇതുപോലുള്ള സെലക്ഷൻ അതൊക്കെ വരുന്നു. ഓട്ടപ്പുറത്തെ ബാബായ അദ്ദേഹത്തെ മാത്യസ്യം ദ്വിതീയ ബാബായ ആളിനെ കുട്ടി എന്തായിരുന്നു പേര്. ചെറുപ്പത്തിൽ കുറിച്ച് ഇങ്ങനെ ആൾക്കാരെ കഴിഞ്ഞ് പലയിടം താപ്പല് എഴുതുന്നുണ്ട്. കുട്ടിക്ക് പട്ടം കൊടുക്കണം എന്ന് പറയും. അദ്ദേഹം അന്ന് തന്നെ ഒരു പ്രത്യേക സ്വഭാവക്കാരനുണ്ട്. അതെടുത്ത് ഉപയോഗിച്ചു, അത് പ്രയോജനപ്പെട്ടു. അപ്പൊ അദ്ദേഹം കുറിച്ച് കാലം ചെയ്ത് കുറിച്ചോട്ടിറക്കുമ്പോഴും ഇങ്ങനെ കുടിച്ചിരിക്കുക വിടത്തില്ല കയ്യാൻ ഈ അദ്ദേഹം മാത്യൂസ്. അപ്പൊ അവരുടെ ഒരു ഗുരുശിഷ്യ ബന്ധവും അതൊന്നും കാണാനില്ല.